അത്തരത്തിലൊരു ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്പർ കുറയ്ക്കേണ്ടതിന് ആവശ്യമാണ് കേരളത്തിൽ. ഈ കോവിഡിന് ശേഷം വന്ന ഒരു ബാക്ക്ലോഗ് പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഓഫീസിൽ നിന്ന് 60 ലൈസൻസ് കൊടുക്കാൻ നിർദ്ദേശിച്ചു. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് 180 ലൈസൻസ് വരെ കൊടുക്കും. ഇന്ന് രാവിലെ പറയുമ്പോഴാണ് 150ഓളം ആളുകൾ ഒരു ദിവസം ലൈസൻസിന് വേണ്ടി വരികയാണ്. അപ്പോൾ രാവിലെ നിങ്ങൾക്കെല്ലാം പരിശോധിക്കാൻ വെറുതെ പറയുന്നതല്ല, 8:30 മണി മുതൽ 1:30 മണി വരെ 2 മണി വരെയാണ് മാക്സ്. അപ്പോൾ 6 മണിക്കൂറാണ്. ഈ 6 മണിക്കൂറിലാണ് ഒരാൾ 60 ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഓഫീസിലാണെങ്കിൽ 2-3 ഉദ്യോഗസ്ഥന്മാർ ചെയ്താൽ പിന്നെയും നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഒരാൾ 60 ലൈസൻസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 10 ലൈസൻസാണ്. അപ്പോൾ ഒരു ലൈസൻസിന് കിട്ടുന്നത് 6 മിനിറ്റാണ്. 6 മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യണം. ആ മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയുടെ പരീക്ഷ എഴുതുന്ന ആളുമായി ചോദ്യോത്തരം നടത്തണം. ഇതാണ് നിയമം. അത് കഴിഞ്ഞാൽ റോഡിൽ ടെസ്റ്റ് ചെയ്യണം. റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ കാറിലേക്ക് കയറിയിരുന്ന് ഉദ്യോഗാർത്ഥി ലെഫ്റ്റ് ഇടുമ്പോൾ പഠിക്കാൻ പരീക്ഷ എഴുതാമെന്നാണ് ബെൽറ്റ് ഇടുമ്പോൾ തന്നെ 3 മിനിറ്റ് കഴിഞ്ഞ്, ഗിയറിട്ട് എടുക്കുമ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞ്. അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് അത്ഭുതകരമായി ഈ കൊടുക്കുന്ന നടപടി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഔദ്യോഗികമായി നടത്തിയൊരു യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ഉദ്യോഗസ്ഥരെതിരെ കർശനമായ നടപടിയെടുക്കും. അതൊരു ചർച്ചയാണ്. ഔദ്യോഗിക മീറ്റിങ്ങുകളിൽ പല ചർച്ചകളും നടക്കാറുണ്ട്. തീരുമാനം എഴുതിയാണ് കൊടുക്കുന്നത്, ഉത്തരവായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉത്തരവ് ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉത്തരവില്ല. എവിടെ ഇറങ്ങിയിരിക്കുന്നു? ഒരു മന്ത്രി എന്ന നിലയിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. ഞാൻ ഒളിച്ചു വയ്ക്കുന്നില്ല, ഞാൻ കള്ളം പറയേണ്ട എന്താ, യോഗത്തിൽ ചർച്ച ചെയ്തതാണ്. പക്ഷേ യോഗ വിവരങ്ങൾ രഹസ്യമൊന്നുമില്ല അതിനകത്ത്. ആ യോഗ വിവരങ്ങൾ പുറത്ത് വേറെ തരത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അത് ഒരു അന്തരീക്ഷം മോശമായി. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പലർക്കും മുതലെടുക്കാൻ, LDF സർക്കാരിനെതിരെ മുതലെടുക്കാനൊരു അവസരം ഉണ്ടാക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. അത് ഡ്രൈവിംഗ് സ്കൂളുകാരുമായി ചേർന്നിട്ട് തന്നെയാണ്. പറയാൻ മടിക്കേണ്ട കാര്യമില്ല. അതിൽ അന്വേഷണം നടക്കും. ഞാൻ അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കുകയും വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തിക്കൊടുത്ത് ഇന്നലെ രാത്രി തന്നെ, കാരണം KPCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടി വന്ന പരിപാടിക്ക് ആളെ സംഘടിപ്പിക്കാൻ പാടുപെട്ടു എന്ന് പറഞ്ഞ് പ്രസിഡൻറ്റ് പിണങ്ങിപ്പോയ നാടാണ്. അദ്ദേഹം ശകാരിച്ചിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടതാണിതൊക്കെ. ആ നാട്ടിൽ കൊല്ലത്തെ ഒരു വനിതാ നേതാവ് രാവിലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെയും സംഘടിപ്പിച്ച് വരാൻ കഴിയുമെങ്കിൽ അത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടനക്കാരുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും പിന്തുണയോടെയാണ്. അത് ഇന്നലെ രാത്രി മുതൽ പ്ലാൻ ചെയ്യാം. അത് ഗൂഢാലോചന തന്നെയാണ്. അപ്പോൾ ഈ ഡ്രൈവിംഗ് 6 മിനിറ്റ് കൊണ്ട് ഡ്രൈവിംഗ് കൊടുക്കും. ഞാൻ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. പലരും ആക്സിഡൻറ്റിൽ മരിക്കുന്നു. പ്രായമാകുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. ലൈസൻസ് ഇല്ലാതെ റാഷായിട്ട് ഓടുന്നു. കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ലോറിക്കാർ ഇടിച്ചു കൊല്ലുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ മോശമായി ശക്തമായി പ്രതികരിക്കുകയും നമ്മുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സമൂഹത്തോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും ഈ 6 മിനിറ്റ് കൊടുക്കുന്ന ഈ ലൈസൻസ് ടു കിൽ എന്ന് പറഞ്ഞ ഈ സംവിധാനം അവസാനിച്ചു.